നവജാത ശിശുക്കളുടെ ശരീര ഊഷ്മാവിലെ മാറ്റങ്ങളും കാരണങ്ങളും എന്ന വിഷയത്തെ കുറിച്ചാണ് ഇന്നത്തെ ഫാമിലി ഡോക്ടർ സംസാരിക്കുന്നത്. കൊച്ചി VPS ലേക്ഷോർ ആശുപത്രിയിലെ നിയോ നാറ്റോളജി വിഭാഗത്തിലെ ഡോക്ടർ ഷാനു ചന്ദ്രനാണ് ഇന്ന് നമ്മുടെ ഫാമിലി ഡോക്ടർ. വെൽക്കം ഡോക്ടർ. ഫാമിലി ഡോക്ടർ സപ്പോർട്ടഡ് ബൈ VPS ലേക്ഷോർ. ന്യൂബോൺ ഫീവർ തീർച്ചയായും ഒരു സീരിയസ് കണ്ടീഷനാണ്. പക്ഷേ കുഞ്ഞിൻ്റെ ടെമ്പറേച്ചർ നോർമലി കുഞ്ഞുങ്ങൾക്ക് ഇൻഫെക്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും സീരിയസ് ഇഷ്യൂ വരുമ്പോൾ ടെമ്പറേച്ചർ കുറയുകയാണ് ചെയ്യുന്നത് റാദർ ദാൻ കുഞ്ഞിൻ്റെ ടെമ്പറേച്ചർ കൂടുന്നത്. നമുക്ക് അഡൾട്ട്സിനും മുതിർന്നവർക്കും കുട്ടികൾക്കും എല്ലാം നോർമലി ടെമ്പറേച്ചർ കൂടുമ്പോഴാണ് നമ്മൾ വറി ചെയ്യുന്നത്. പക്ഷേ ന്യൂബോൺ ബേബീസിനെ സംബന്ധിച്ച് അവരുടെ ശരീര ഊഷ്മാവ് ടെമ്പറേച്ചർ കുറയുമ്പോഴാണ് നമ്മൾ കൂടുതലായിട്ട് വറി ചെയ്യുന്നത്. കുറയുന്ന കണ്ടീഷനാണ് ഒരുപാട് നമുക്ക് സീരിയസ് ആയിട്ടുള്ളത്. 36.5 മുതൽ 37.5 വരെയാണ് നോർമൽ ന്യൂബോൺ ടെമ്പറേച്ചർ. അപ്പോൾ ന്യൂബോൺ ടെമ്പറേച്ചർ കുറഞ്ഞു നിൽക്കുന്നത് ഒരു ഇൻഫെക്ഷൻ്റെ ഒരു സൂചനയായിരിക്കും. പിന്നെ ന്യൂബോൺ ഫീവർ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കൂടി നിൽക്കുന്ന അവസ്ഥ. അപ്പോൾ കുഞ്ഞിൻ്റെ ശരീര ഊഷ്മാവ് കൂടുന്നത് സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ട് കുഞ്ഞിൻ്റെ നമുക്ക് ആംബിയൻ ടെമ്പറേച്ചർ നമുക്ക് തന്നെ ഒരുപാട് ചൂട് അനുഭവപ്പെടുമ്പോൾ കുഞ്ഞിനെ ഒരുപാട് റാപ്പ് ചെയ്ത് വെച്ചാൽ ചൂട് കുഞ്ഞിൻ്റെ ശരീരോഷ്മാവ് കൂടി നിൽക്കാം. പിന്നെ ഫീഡിങ് ശരിയായിട്ട് എടുക്കുന്നില്ലെങ്കിൽ ആദ്യ ദിനങ്ങളിൽ ഡീഹൈഡ്രേഷൻ ഫീവർ എന്ന് പറയും. കുഞ്ഞിൻ്റെ ശരീരത്തിൽ ജലാംശം കുറഞ്ഞിട്ട് അത് ടെമ്പറേച്ചറായിട്ട് അനുഭവപ്പെടാം. പിന്നെ മൂന്നാമത്തത് ഇൻഫെക്ഷൻ കൊണ്ട് ഫീവർ വരാം. അത് പ്രത്യേകിച്ച് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനൊക്കെ കുഞ്ഞിന് ഫീവർ മാത്രമേ കാണത്തുള്ളൂ. വേറെ യൂറിൻ സിംറ്റംസോ വേറൊരു സിംറ്റംസും കാണത്തില്ല. ജസ്റ്റ് കുഞ്ഞിന് ഫീവറും ചിലപ്പോൾ ഫീഡിങ് എടുക്കാത്ത അവസ്ഥയും ഇത് മാത്രമേ കുഞ്ഞിന് ഇൻഫെക്ഷനോ അല്ലെങ്കിൽ യൂറിൻ ഇൻഫെക്ഷൻ UTIക്കൊക്കെ കുഞ്ഞിന് പ്രകടമായ സിംറ്റംസ് ഇത് മാത്രമേ കാണത്തുള്ളൂ. തീർച്ചയായും കുഞ്ഞിൻ്റെ ശരീര ഊഷ്മാവ് കൂടുന്നത് ഒരു ഡേഞ്ചർ സൈനാണ്. ഒപ്പം ശരീര ഊഷ്മാവ് കുറയുന്നത് ടെമ്പറേച്ചർ കുറഞ്ഞു നിൽക്കുന്ന അവസ്ഥയും ഒരു ഡേഞ്ചർ സൈനായിട്ട് എടുക്കേണ്ടത്. ഫാമിലി ഡോക്ടർ സപ്പോർട്ടഡ് ബൈ VPS ലേക്ഷോർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.